ഇനി നമുക്ക് റൗട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്നാണ്. ഓക്കെ, സോ നമ്മൾ നേരെ പ്രോജക്റ്റിലേക്ക് വരിക. പ്രോജക്റ്റിൽ നമ്മൾ app.js-നകത്ത് നമ്മളൊരു ഫംഗ്ഷൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ റിയാക്ട് റൗട്ടർ ഡോം എന്ന് പറഞ്ഞൊരു ലൈബ്രറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു ഫംഗ്ഷനെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇമ്പോർട്ട് കേർലി ബ്രേസ് കഴിഞ്ഞിട്ട് ഫ്രം റിയാക്ട് റൗട്ടർ ഡോം. ഓക്കെ, റിയാക്ട് റൗട്ടർ ഡോമിന്റെ അവിടെ ഞാനിവിടെ ഒരു ഫംഗ്ഷനെ ഇമ്പോർട്ട് ചെയ്യണം. അതിൽ ക്രിയേറ്റ് ബ്രൗസർ റൗട്ടർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ഓക്കെ, ഇത് ഞാൻ ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ക്രിയേറ്റ് ബ്രൗസർ റൗട്ടറിനകത്ത് നമ്മൾ ഒരു ഫംഗ്ഷനകത്ത് നമുക്കൊരു അറേ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അറേക്കകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് കാണും. ഓക്കെ, ഡിഫറെന്റ് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് കാണും. അതിൽ ഒരു മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതിൽ നമ്മൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ പാത്ത് ആയിരിക്കും. സോ എന്താണ് ഈ പാത്ത്? സോ പാത്ത് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ HTTPS ഒരു വെബ്സൈറ്റ് URL ഇങ്ങനെ ഒരു abc.com, ഇത് ആക്ച്വലി എന്ന് പറയുന്ന ഒരു ഡൊമൈൻ ആണ്. അപ്പൊ സ്ലാഷ് കഴിഞ്ഞിട്ട് എന്താണോ വരുന്നത് അതാണ് പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ പാത്ത് ഞാൻ ഇവിടെ empty ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ empty എന്ന് പറഞ്ഞാൽ സ്ലാഷ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒന്നും ഇല്ല. ഓക്കെ, സ്ലാഷ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയില്ല. ഇപ്പൊ സ്ലാഷ് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു നെയിം വല്ലതും കൊടുക്കുകയാണ്. ഇപ്പൊ പ്രോഡക്ട്സ് എന്നാണെങ്കിൽ ഈ സ്ലാഷ് കഴിഞ്ഞ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഒരു പാത്താണ്. അപ്പൊ ഈ പാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു പാത്ത് എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, സോ ഇതാണ് ഡൊമൈൻ കഴിഞ്ഞിട്ട് എന്താണോ വരുന്നത്, ഡൊമൈൻ സ്ലാഷ് കഴിഞ്ഞിട്ട് എന്താണോ അതാണ് പാത്ത്. ഇപ്പൊ ഇവിടെ പാത്ത് എന്ന് പറയുന്നത് നമ്മൾ empty ആണ്. സോ empty ആവുമ്പോൾ നോർമലി ഇങ്ങനെ ഒരു URL ആയിരിക്കും. ഓക്കെ, പാത്ത് empty കോമ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എലമെന്റ്. അപ്പൊ എലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോമ്പോണന്റ് ആണ് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ഇതില് കോമ്പോണന്റ് എങ്ങനെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മളൊരു പുതിയൊരു പേരിടാം, പേജസ് എന്ന് പറഞ്ഞിടാം. അതിനകത്ത് നമ്മളൊരു home.js, ഇതിൽ നമ്മൾ നമ്മുടെ കോമ്പോണന്റ് ആഡ് ചെയ്യാൻ പോകണം. എക്സ്പോർട്ട് ഡീഫോൾട്ട് ഫംഗ്ഷൻ ഹോം, അതിൽ റിട്ടേൺ h1 എന്നിടാം. വെൽക്കം ടു, ഇതൊരു ഡമ്മി കോമ്പോണന്റ് ആണ്. നമ്മൾ സേവ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ ഹോം പേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ എലമെന്റ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ക്രിയേറ്റ് ബ്രൗസർ റൂട്ടർ നമ്മൾ ഇതിനെ റൺ ചെയ്യണം. അതെങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇതിനെ പിടിച്ച് ഒരു വേരിയബിളിനകത്തോട്ട് സെറ്റ് ചെയ്യും. കോൺസ്റ്റ് റൗട്ടർ, നിങ്ങൾക്ക് ഏത് നെയിം വേണമെങ്കിൽ കൊടുക്കാം, വേരിയബിൾ നെയിം. ഇവിടെ ഞാൻ റൗട്ടർ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ റൗട്ടറിന് ഞാൻ എന്ത് ചെയ്യണം, ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. സോ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. പക്ഷെ നമുക്ക് ഇങ്ങനെ ചുമ്മാ റൗട്ടർ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അതിന് നമ്മൾ വേറൊരു റൗട്ടർ പ്രൊവൈഡർ കൊടുക്കണം. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് മെത്തേഡ് ഉണ്ട്, റൗട്ടർ പ്രൊവൈഡർ. ഇതും ഒരു ഫംഗ്ഷൻ ആണ്. ഈ റൗട്ടർ പ്രൊവൈഡർ ആയിരിക്കും നമ്മളിവിടെ ചെയ്യുന്നത്. ഈ ഡിവിനെ മാറ്റിയിട്ട് റൗട്ടർ പ്രൊവൈഡർ. ഇവിടെ റൗട്ടർ പ്രൊവൈഡറിനകത്ത് നമുക്ക് റൗട്ടർ ഉണ്ട്, അതില് നമ്മുടെ റൗട്ടറിനെ കൊണ്ടുവരും. സോ രണ്ട് സെയിം നെയിം ആയതുകൊണ്ട് കൺഫ്യൂഷൻ ആവില്ല. അതായത് ഈ റൗട്ടർ ഇതിന്റെ വാല്യൂ ആണ് ഈ ഒരു വേരിയബിൾ. ഓക്കെ, ഈ റൗട്ടർ ആണ് ഇതിന്റെ റൗട്ടർ. ഇതിന്റെ നെയിം എന്ന് പറയുന്നത് റൗട്ടർ പ്രൊവൈഡറിനകത്ത് വരുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, സോ നമുക്കിതൊന്ന് സേവ് ചെയ്തിട്ട് നമുക്ക് നോക്കാം.
വെൽക്കം ടു ഹോം പേജ്. ഓക്കെ, കാരണം ഇവിടെ നമ്മളെ പാത്ത് എം ടി ആണ്. സോ ഇത് നോർമലി ലോഡ് ചെയ്യുമ്പോൾ ഹോം പേജ് ആയിരിക്കും ലോഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത എനിക്കൊരു സെക്കൻഡ് പാത്ത് ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ അതെങ്ങനെ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു കോമ ഇട്ട് കഴിഞ്ഞിട്ട് ഇതേ സെയിം തന്നെ നമ്മളിവിടെ ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ പാത്ത് എന്ന് പറയുന്നത് പ്രോഡക്ട്സ് ആണ്. ഇപ്പൊ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എലമെന്റ് മാറ്റണം. സോ എലമെന്റ് ഞാൻ ഇവിടെ ഹോം ഡോട്ട് ജെ എസിന് പകരം ഞാനിവിടെ അല്ലെങ്കിൽ ഇതിന്റെ കോപ്പി എടുത്താലും മതി. നെയിം മാറ്റുക. നെയിം ഇവിടെ ഞാൻ പ്രോഡക്റ്റ് മാറ്റുക. പ്രോഡക്റ്റ് പേജ് സേവ് ചെയ്തിട്ട് ഇതിനെ മാറ്റിയിട്ട് പ്രോഡക്റ്റ് പേജ് ഉണ്ട്. ഇത് ഞാൻ സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഡീഫോൾട്ട് ഹോം പേജ് ആണ് ലോഡ് ചെയ്ത് വരുന്നത്. ഇനി നമുക്ക് പാത്ത് പറഞ്ഞു കൊടുക്കാം. പ്രോഡക്റ്റ് 404 നോട്ട് ഫൗണ്ട്. പ്രോഡക്ട്സ് ആണ്. വെൽക്കം ടു പ്രോഡക്റ്റ് പേജ് എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇങ്ങനെ പാത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെ രണ്ടാമത്തെ കോമ്പോണന്റ് നമ്മൾ പുതിയ ക്രിയേറ്റ് ചെയ്ത പ്രോഡക്റ്റ് പേജ് ആണ് ഇവിടെ ലോഡ് ചെയ്ത് വരുന്നത്. അല്ലാതെ നമുക്ക് ഇങ്ങനെ അടിച്ചു നോക്കിയാൽ പാത്ത് ഒന്നും ഇല്ലെങ്കിൽ നോർമൽ ഹോം പേജിലേക്കായിരിക്കും വരുന്നത്. ഇപ്പൊ നേരത്തെ കണ്ടതുപോലെ ഇപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും ഒരു URL അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതായത് വേറെ പാത്ത് നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 404 നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. കാരണം അങ്ങനെ ഒരു പാത്ത് ഇല്ല. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ റൗട്ടർ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ജീക്സിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവമാണ് എഴുതിയിരിക്കുന്നത്. റൗട്ട്സിനകത്ത് റൗട്ട് ഇവിടെ പാത്ത് എന്ന് പറഞ്ഞ സ്ലാഷ് എലമെന്റ് ഈക്വൽ ടു ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സെയിം സാധനമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ക്രിയേറ്റ് ബ്രൗസർ റൗട്ടർ. ഇത് ആക്ച്വലി ഇതൊരു പഴയ മെത്തേഡാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ പകരം നമുക്ക് ഇങ്ങനെ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ക്രിയേറ്റ് ബ്രൗസർ റൗട്ടർ ഫംഗ്ഷനകത്ത് നമ്മൾ ഇതെല്ലാം ഡിഫൈൻ ചെയ്ത് അതിനകത്ത് തന്നെ നമുക്ക് ഈ റൗട്ടർ പ്രൊവൈഡറിനകത്ത് ഡിഫൈൻ ചെയ്ത് അങ്ങ് പോവാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ പോവാം. ഒന്നുകിൽ ഈ ഒരു മെത്തേഡിൽ പോവാം. ഇത് ആക്ച്വലി ഓൾഡ് മെത്തേഡാണ്. പക്ഷെ നമ്മൾ കറന്റ് ഇപ്പൊ മോഡേൺ റിയാക്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ടൈപ്പ് ആയിരിക്കും, ക്രിയേറ്റ് ബ്രൗസർ റൗട്ടർ. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക.